150 കോടി അങ്ങനെ 200 ഒരു 150 നിങ്ങൾ അതുപോലെ മഹേഷിന്റെ ചെറുപ്പക്കാരനായിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട്. ആഷിഖിന്റെ ശ്യാമകൃഷ്ണനാട്ടി ഡയറക്ഷൻ ടീമിലുള്ള ഗിരീഷ് ബോധന്റെ ഡയറക്ഷനിലേക്കായിരുന്നു ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ അതിന് പ്രൊഡ്യൂസർ നമ്മുടെ ഫാദൊക്കെയാണ് നമുക്ക് പ്രൊഡ്യൂസർ ജിത്തു ഉണ്ട്. ജിത്തു എഴുതിയ സിനിമയാണ്. അപ്പൊ ശ്രീധരൻ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമയിൽ ഇത് ആദ്യം നായകനാണ് പറ്റില്ല. ഞാൻ ആദ്യം നായകനാണ് സിനിമയാണ് ഇഷ്ടമായിട്ട് തരണം. അതൊരു വേറെ സന്തോഷമായിട്ട് നമ്മുടെ അനുസരിച്ച് പൊന്മാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടോ? അതിന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഹിന്ദിയിലുള്ള ഐശ്വര്യ ജിസ്മ ചന്ദു റോഷന് അറിയാൻ ആവശ്യമില്ല. ശ്യാമൻ പണ്ടാത്ത ലുക്കൊക്കെ മാറി അതിന്റെ ഈശ്വരമായിട്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ 8 സോങ്ങുണ്ട്. ജസ്റ്റിൻ വർഗീസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിലൊരു സോങ്ങാണ് ഞങ്ങൾക്ക് ബാക്കി 7 എണ്ണം പറയാനിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് 10 ദിവസം കൊണ്ട് റിലീസിന് ഫെബ്രുവരി 14 അതായത് വാലന്റൈൻസ് ഡേ. അപ്പൊ എല്ലാവരും പറഞ്ഞു കാണാം. അപ്പൊ നമ്മള് പ്രൊമോഷണൽ ഭാഗത്തോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ റോഷന് കൈമാറാം. നിനക്കൊരു ഇൻട്രോ കമ്മിറ്റി ആവേശത്തിൽ നമ്മുടെ മനസ്സ് കവർന്ന വേറൊരാളും എവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാൻ പറഞ്ഞത്. മറ്റാരുമല്ല, ഇപ്പൊ വിശേഷം പറഞ്ഞ് തുടങ്ങിയ നമ്മുടെ ചേട്ടനെ തന്നെ ഒന്നുകൂടി വിശേഷം പറയാനാണ് ക്ഷണിക്കുന്നു. എല്ലാവരും ആവേശത്തിൽ നിന്ന് സപ്പോർട്ട് ഭയങ്കര ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വാലന്റൈൻസിലേക്കാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും ഫെബ്രുവരി 14 ഭയങ്കര താങ്ക്സ്. ജിതു മാധവൻ ചേർന്നാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ജിതു മാധവൻ ചേർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. ആവേശം, രോമാഞ്ചം. സോ നമുക്ക് ശ്രീജിത്ത് ബാബു സാറിലേക്ക് കിടക്കാം. ഈ മൂവിയുടെ ഡയറക്ടർ, ദ മേക്കർ. നമസ്കാരം. ഫസ്റ്റ് പടമാണ് ഫെബ്രുവരി 14 തീയതി. അപ്പോൾ ഭയങ്കര ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാവരും കൊണ്ടുപോലെ കൊണ്ടു തന്നാൽ അടിപൊളി. അടുത്തതായി ഉദാഹരണം സുജാത, തണ്ണീർ മത്തൻ നിലങ്ങൾ, ചിത്രം അങ്ങനെ പൈങ്കിളിലെത്തി മലയാളി മനസ്സുകളുടെ മനം കവർന്നൊരു നടി നമ്മുടെ കൂടെയുണ്ട്. ഐ തിങ്ക് വി ആർ ഓൾ ദ സെയിം ഏജ്, ബട്ട് ദി ഓറ, ദി ഗ്രേസ്, ദി ഹാർഡ് വർക്ക് ആൻഡ് ദി ടാലന്റ് ഓഫ് അനശ്വര രാജൻ. കോളേജിലേക്ക് വരാൻ ഇതുവരെ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. സോ ഞാൻ ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്, ഞാൻ 10th വരെ. അപ്പോൾ എനിക്കറിയാം ഒരു ഗേൾസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ ആ കോളേജിന്റെ ഒരു വൈബ്. സോ ഹാപ്പി ടു ബി ഹിയർ. ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ തിയേറ്ററിലെത്താണ്. ശ്രീധരനാണ്
ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 14-ാം തീയതി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ നിങ്ങളുടെ പാരൻസിനെ കേട്ടിട്ട് തീർച്ചയായിട്ടും കാണാൻ പോകുന്ന തിയേറ്ററിൽ. പാട്ട് ഇപ്പൊ കണ്ടിട്ട് ഇഷ്ടമായ പാട്ട് അപ്പൊ സിനിമ തീർച്ചയായിട്ടും കേട്ടിട്ട് തന്നെ പോയിട്ട് കാണണം. അപ്പോൾ താങ്ക് യു. നമുക്ക് നന്നായി കൈയടിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെൻറ്റർ. താങ്ക് യു. ഒറ്റൊരു ഡയലോഗ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു. So how do you feel coming back to STC? ഞങ്ങള് മഞ്ഞുമല്ല ആദ്യത്തെ ട്രെയിലർ പ്രൊമോഷൻ തുടങ്ങിയതുകൊണ്ടാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളാണ് ഞങ്ങൾ മഞ്ഞുമലത്തിന്റെ പിന്നിലുള്ള എന്താണ് എല്ലാ സക്സസിനും പറയുന്നുള്ള നമ്മള് പറഞ്ഞിരുന്നു. അത് ഞാനിപ്പോ ആവർത്തിക്കാണ്. ഞങ്ങൾ പൈങ്കിളിയുടെയും തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, പക്ഷെ എനിക്കൊന്നും തുടങ്ങുന്നതാണ് ആഗ്രഹം. പക്ഷെ എന്തായാലും അടുത്തൊരു പടം എന്താണ് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി. അതും മഞ്ഞുമല പറയാനെങ്കിലും ഇത് ആ ഒരു ഭയങ്കര ലെവലിലേക്ക് ഒരു ഹിറ്റ് എന്നുള്ള രീതിയിലല്ലേ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വൈബ് പടമാണ്. അപ്പോ കുറച്ച് ഫ്രഞ്ച് പരിപാടികളൊക്കെയാണ്. എനിക്ക് അറിയാമല്ലോ ഫെബ്രുവരി 14 റിലീസാണ്. കുറച്ച് ടൈമിലേക്കാണ് ഫ്രഞ്ച് പരിപാടികളൊക്കെ അങ്ങനത്തെ ഒരു പടമാണ്. ഇതൊരു 150 വരെ 150 കോടി അങ്ങനെ 200 വേണ്ട, ഒരു 150 നിങ്ങളെ എത്തിച്ചേക്കാവുന്നതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹങ്ങളുണ്ടാവണം. ഫെബ്രുവരി 14 എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം. സിംഗിൾസ് എല്ലാവരും പോയി കാണാം. ഓക്കെ, താങ്ക് യു. ഈ 150 കോടിയുടെ ഒരു കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് 100 കോടി ക്ലബ്ബ് വിട്ട് ഒരു കളി കളിക്കില്ലെന്ന് STC വാർത്ത വന്നിട്ടാണ് പോയത്. ആൻഡ് ബാക്കി നടന്ന ചരിത്രവും തന്നെയാണ്. സോ ആ കാര്യത്തിൽ ഞങ്ങളും ഉറപ്പ് നൽകുന്നു, സിനിമ അടിപൊളിയായിട്ട് വിജയം വരികട്ടെ. അതാണ് STCയുടെ ഒരു ഐശ്വര്യം. ഇവിടെ പ്രൊമോഷൻ ചെയ്താൽ എന്തായാലും 100 കോടി ക്ലബിൽ കയറിയിരിക്കും അല്ലേ? സോ നമ്മുടെ സ്വന്തം ജിസ്മ വെനലസിയ ആദ്യം ജോലി പിന്നെ കല്യാണം വെബ് സീരീസിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്ന ഒരു വ്യക്തിയാണ്. So and we are very happy to see you in the silver screen. So please do share your experience. ആദ്യത്തെ സിനിമയാണ് സെന്റ് തെരേസാസ്. ശരിക്കും പറഞ്ഞ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പറ്റിയിട്ടില്ല. കോളേജിൽ നിന്നൊക്കെ ഇവിടെ വന്ന് എൻ്റെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ശരിക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷൻ എന്നോട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും പേര് ഞങ്ങൾ വന്നിട്ട് കൈയടിക്കുന്നത് എനിക്കത്രയും നല്ലൊരു കൈയടി കൊടുക്കാൻ പറ്റി. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കൈ അറിയാണ്ട് അടിച്ചു പോയി. Because we are so thrilled to see her on the big screen. മിനി സ്ക്രീനിലൂടെ നമ്മുടെ മനസ്സൊക്കെ കവർന്ന് അവസാനം ബിഗ് സ്ക്രീനിൽ she is coming again. I mean she പിന്നെ ജിസ്മ വിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ I think most of the I've seen them together. Like ജിസ്മ വിമൽ ഒരുമിച്ച്. ആൻഡ് ഇവിടെയും അതൊക്കെ തന്നെ അവസ്ഥ.